കേരളത്തിന്റെ നഗര വികസന മന്ത്രി മഞ്ഞളാംകുഴി അലി, ബഹുമാനപ്പെട്ട മേയർ ടോണി ചമ്മണി, നമ്മുടെ എറണാകുളത്തിന്റെ MLA ഹൈബി ഈഡൻ, ബഹുമാനപ്പെട്ട GCDA ചെയർമാൻ വേണുജി, മുൻ GCDA ചെയർമാൻ ജോസഫ് തോമസ്, S. ഗോപകുമാർ, പ്രസിഡന്റ് ബെറ്റർ കൊച്ചിൻ റെസ്പോൺസ് ഗ്രൂപ്പ്, മുൻ ചെയർമാൻമാരായ ആന്റണി ഐസക് സാർ ഏതാനും നിമിഷത്തിലൂടെ എത്തും. അതേപോലെ ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോർപ്പറേഷൻ കൊച്ചി AJ സോഹൻ എന്നൊരു ഏതാനും നിമിഷത്തിനുള്ളിലൂടെ എത്തിച്ചേരും. മറ്റ് കേരള ചേംബറിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, കച്ചവട പ്രതിനിധികൾ, കേരള ചേംബർ യൂത്ത് ഫോറത്തിന്റെ പ്രതിനിധികൾ, ലേഡീസ് ഫോറത്തിന്റെ പ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, വിഷൻ 2030 എന്ന GCDയുടെ വികസന അജണ്ട, പുതിയ വികസന അജണ്ട കഴിഞ്ഞ ജൂണിൽ ആലോചിച്ചപ്പോൾ ബഹുമാന്യനായ നമ്മുടെ GCDA ചെയർമാൻ, കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം വെച്ചിരിക്കുന്ന 3-4 അജണ്ടകൾ, അതായത് മെറൈൻ ഡ്രൈവിന്റെ സെക്കൻഡ് ഫേസ്, ഡിവിഷൻ സെന്റർ, ലോജിസ്റ്റിക് സെന്റർ, സാറ്റലൈറ്റ് ടൗൺഷിപ്പ്, എന്റർടൈൻമെന്റ് സോൺ മെറൈൻ ഡ്രൈവിൽ തന്നെ ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏതായാലും അദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന പദ്ധതികളാണ്. ഇന്നിപ്പോൾ സാധാരണ രീതിയിൽ സ്വപ്ന പദ്ധതികളുടെ പുറകെ പോകുന്ന കാലവും ഈ സ്വപ്ന പദ്ധതികൾ എന്ന് തീരും, എന്ന് തുടങ്ങുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് അറിവും പരിചയവുമുള്ള നമ്മുടെ ചെയർമാൻ ആ രീതിയിലുള്ള പ്രൊജക്ട്സാണ് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സെമിനാർ ഇനോഗ്രേറ്റ് ചെയ്യാൻ, ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ നഗരവികസന മന്ത്രി മഞ്ഞളാംകുഴി അലി അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലും നമ്മുടെ എല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി പറയാനുണ്ട്. അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ GCDയുടെ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സിനെയും അദ്ദേഹം പരിഗണിക്കുകയുണ്ടായി. അവരുടെ പ്രതിനിധിയായി എന്നെ അദ്ദേഹം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ഒരു നന്ദി ഞാൻ ഈ സമയത്ത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, KCCIയുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ KN മർസൂഖ്, എഴുതിയിരിക്കുന്ന കൊച്ചിൻ മേയർ മിസ്റ്റർ ടോണി ചമ്മണി, പ്രിയങ്കരനായ MLA ഹൈബി, GCDA ചെയർമാൻ ശ്രീ N. വേണുഗോപാൽ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ അർബനൈസേഷൻ, അതായത് കേരളത്തിലെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും അർബനൈസേഷൻ വളരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ പോപ്പുലേഷൻ വെറും 15% നഗരങ്ങളിൽ താമസിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറമാണ് പല ടൗണുകളുടെയും പെട്ടെന്നുള്ള വളർച്ച. എന്തെങ്കിലും ഒരു പ്രോജക്ട് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുഭാഗങ്ങളിലുള്ള ഇത് പെട്ടെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നതിന് കണ്ണ് ചിമ്മി തുറക്കുന്നതിനേക്കാളും സ്പീഡിലാണ് പല ഭാഗങ്ങളിലുള്ള ഉയർച്ച. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ മറ്റുള്ള നഗരങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിൽ എവിടെയും വികസിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും തരക്കേടില്ലാത്തൊരു വികസനം പല ഭാഗങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ രാവിലെ നമ്മളെ GCDയുടെ ഇതോടുകൂടി പറഞ്ഞ പോലെ ഒരു 15-20 വർഷം കഴിയുമ്പോഴേക്കും ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യ രാജ്യമായിരിക്കും എന്നാണ് ഏറ്റവും വലിയ സയന്റിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഒക്കെ പറയുന്നത്. ചൈനയാണ് ലോകത്തിലെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 2020 ആകുമ്പോഴേക്കും
വേൾഡിനെ നിയന്ത്രിക്കുന്ന ചൈന ആയിരിക്കും എന്നാ പറഞ്ഞത്. പക്ഷെ ചൈനയെ നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 2025 ആകുമ്പോഴേക്കും നമ്മൾ ഒരു കാരണം എന്താ, വി ഹാവ് എക്സസ് യൂത്ത്. ചൈനയില് ഭയങ്കരമായ വലിയ ഫാമിലി പ്ലാനിങ് ഉണ്ട്. ഒരു ഫാമിലിക്ക് രണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും 4 പാരന്റ്സിന് നോക്കേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സേവ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ സമയമില്ല. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് യൂത്ത് ഉണ്ട്. അതുകൊണ്ട് നമ്മളായിരിക്കും ലോകത്തെ നിയന്ത്രിക്കാന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നെന്താ, ഇതേ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാവിയിൽ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഈ നാട് വേണം, അവർക്ക് ജീവിക്കണം എന്നുള്ള രീതിയിലേക്കായിരിക്കും പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായിട്ടും 2030 നമ്മളെ എത്രത്തോളം നമ്മൾ ഉയരുന്നു, ഇന്ത്യ രാജ്യമായിരിക്കും ലോകത്തിന് നിയന്ത്രിക്കാന്നുള്ള നിലയിലേക്ക് ആയിരിക്കണം നമ്മുടെ വികസന പ്രവർത്തനം. ഞാൻ GCDA ചെയർമാനുമായിട്ട്, അദ്ദേഹം ചെയർമാനായതിനു ശേഷം, ഞാൻ മന്ത്രിയായതിനു ശേഷം ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള പല കമ്പനികളുണ്ട്, പ്രൈവറ്റ് കമ്പനികളൊക്കെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വല്ലാത്തതുണ്ടാവില്ല. നിങ്ങൾക്ക് 100 കോടി രൂപയുണ്ട്, പഴയ ഭൂമി വാങ്ങിയങ്ങൾ നല്ലൊരു വിലക്ക് വിറ്റു, അതിന്റെ നിങ്ങൾക്ക് കുറെ ലാഭം ഉണ്ടായി. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത സംഗതി, കാരണം കൊച്ചി എന്ന് പറഞ്ഞാൽ എന്താ, കേരളത്തിലെ ഏറ്റവും വലിയ ടൗൺ. ഇത്രയും വലിയൊരു ടൗൺ എവിടെയില്ല. നമ്മുടെ ക്യാപിറ്റലാണ്, ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ്. അമേരിക്കയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ അടുത്ത് ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ മ്യൂസിക്കൽ ഫൗണ്ടൻ, അല്ലെങ്കിൽ നമ്മള് മ്യൂസിക്കിനനുസരിച്ച് വന്ന് നമ്മുടെ ലേസർ അത് അദ്ദേഹത്തോടെ നമ്മൾ ആരംഭിക്കാം. പ്ലാൻ ചെയ്യാതെ കൊണ്ട് കൊച്ചി വളർന്നു വന്നൊരു സിറ്റിയാ, പഴയ കാലത്തുണ്ടായ ഒരു സിറ്റി. അത് കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ ഇവിടുന്ന് മാറണം. ആ മാറണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിന്റെയൊക്കെ ഇപ്പം ബിൽഡിംഗ് റൂൾസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് വരുന്നത്. അതൊന്നും ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ല. കാരണം ബിൽഡിംഗ് റൂൾസിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള വലിയൊരു സമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ തന്നെ അത് മാറുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, കൊച്ചിയെ നമുക്ക് വളരെ വലിയ മാതൃകാ സിറ്റിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിനെല്ലാവരും വെറും നമ്മുടെ GCDA അതുപോലെ തന്നെ മേയറോ സർക്കാരും മാത്രമല്ല, നിങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമുക്കിതൊരു മോഡൽ സിറ്റിയാക്കി മാറ്റാൻ കഴിയും. അത് നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സമ്മതിക്കുന്നു. As a token of our gratitude, I would request the chairman to please present a memento to Honorable Minister.